ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് 2019 മോഡൽ വോക്സ്വാഗൻ പോളോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ടോപ്പ് മോഡലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടീൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. 4 സിലിണ്ടറും അതേപോലെ തന്നെ 3 സിലിണ്ടറും തമ്മിൽ പവറിലോ അല്ലെങ്കിൽ വൈബ്രേഷൻസിൻ്റെ പ്രശ്നങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം വണ്ടീൻ്റെ ഓൾമോസ്റ്റ് പുറത്തുള്ള കാര്യങ്ങളും അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അതെല്ലാം കൂടെ പറഞ്ഞിട്ട് എന്തായാലും വീഡിയോ വലിയ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് മേജറായിട്ട് വരുന്ന ഡിഫറൻസ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ലുക്കാണ് കാണുന്ന സമയത്ത്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ ഹാലോജൻ സെറ്റപ്പിലുള്ള ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വേറൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽസിൻ്റെ ഭാഗത്തോട് നോക്കുമ്പോഴാണ്. നമുക്ക് 14 ഇഞ്ചിൻ്റെ ഒരു ഡിസ്ക് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ ആ ടോപ്പ് എൻഡ് മോഡലിലോട്ട് പോകുമ്പോൾ അലോയ് വീൽസ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഡിസ്ക് വീലിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ടിക്ക് ഭയങ്കര ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മളൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നടത്തിയാൽ. അപ്പം പുറത്ത് നമുക്ക് കാണുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു വീലിൻ്റെ ഭാഗത്തോട്ടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് മേജറായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി അകത്താണ് പിന്നെ നമ്മളെ AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന്, എന്തൊക്കെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളതെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ അകത്ത് കയറിയിരിക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്കൊരു നോർമൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷനിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ 2 സൈഡിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂ മോഡൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. സെൻട്രലോട്ട് നോക്കുമ്പം ഒരു നോർമൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോർമൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഗിയർ നോബിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സെറ്റപ്പും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നോർമലുള്ളൂ. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് രണ്ടും പവർ വിൻഡോസ് ആണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ ബാക്കിലോട്ട് പോകുമ്പോൾ അത് മെക്കാനിക്കൽ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഹാൻഡ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ പഴയ വണ്ടികളിലൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. സൺവൈസറിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു അകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള വേരിയന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്യുവൽ ടോൺ കളർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പോളോയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മോഡൽ ഒരു പോളോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഈ കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഗൈസ്. അപ്പം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കംഫർട്ടാണ്. ഞാൻ നല്ല രീതിയിൽ മോശമായിട്ടുള്ള റോഡുകളിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ നല്ല റോഡുകളിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കാല് കൊടുത്ത് ഓടിച്ച് നോക്കി. അപ്പം ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ് വണ്ടീൻ്റെ ഭാഗത്തു നിന്ന്. അതേപോലെ തന്നെ നല്ല കംഫർട്ടുമാണ് ഇത് ഓടിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനോട് കൂടി വരുന്നൊരു വണ്ടിയാണ്. അപ്പം 3 സിലിണ്ടർ എഞ്ചിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു വൈബ്രേഷൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ മറ്റുള്ള പല ബ്രാൻഡുകളുടെ 3 സിലിണ്ടർ മോഡലുകളും ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തൊക്കെ ആ ഒരു വണ്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോളോ 1 ലിറ്റർ MPIൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പം വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പവറിൻ്റെ ഭാഗത്തോട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കുത്തനെയുള്ള കയറ്റം ഒക്കെ നേരത്തെ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കയറ്റമൊക്കെ കയറ്റുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലെത്താൻ നേരത്തെ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം. അപ്പം നല്ല സ്ട്രെയിറ്റ് റോഡുകളിലൊക്കെ ഞാൻ അതിനുശേഷം ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല
ഓപ്പൺ റോഡിൽ ഞാൻ നല്ല രീതിയിൽ കാല് കൊടുത്ത് ഓടിച്ച് നോക്കി. അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ നമുക്ക് നോർമൽ പോളോയിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്തോട്ടും വരുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തോട്ടുള്ളതും അതേപോലെ തന്നെ സ്റ്റീരിയോ സിസ്റ്റം, AC-ൻ്റെ കൺട്രോൾസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോപ്പ് എൻഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ആരൊക്കെ എടുക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോളോ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പോളോ യൂസ്ഡ് നോക്കുന്ന ആൾക്കാർക്ക് മൈലേജ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഈ ഒരു വണ്ടിയിൽ 17 km/ലിറ്റർ വരെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിലവിൽ ഈ ഒരു വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 14 km ആണ്. അധികവും സിറ്റിയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പം നല്ല റോഡുകളിലൊക്കെ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു 17-18 അടുത്തൊക്കെ ഏകദേശം നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ഒരു ഭാഗത്തോട്ട് നോക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു വണ്ടി മേടിക്കാം. പിന്നെ അതേപോലെ തന്നെ മെയിൻ്റനൻസിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. പൊതുവെ മറ്റുള്ള പോളോകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് മെയിൻ്റനൻസിൽ കുറച്ച് നിങ്ങൾക്ക് റേറ്റിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമൊക്കെ വരും. പിന്നെ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പാർട്സിൻ്റെ കോസ്റ്റൊക്കെ കൂടുതൽ വരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിൽ ഓവറായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഒന്നും നമ്മളെ പാർട്സിൻ്റെ ഭാഗത്തു നിന്നൊന്നും വരില്ല. ഒരു സാധാരണക്കാരന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് തന്നെയാണ് വരിക. മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒരു ജർമ്മൻ കാറാണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണുന്ന സമയത്ത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാം. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.